ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ॐ शान्ति शान्ति शान्तिः। ॐ सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्रीगुरुभ्यो नमः। हरिः ओं। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം ഷോഡശമന്ത്രം. ഇദം വൈ തന്മധു ദധ്യං ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത് തദ്വാം നരാം സനയേദം സ ഉഗ്രമാവിഷ്കൃണോമി തന്യതുർന വൃഷ്ടിം ദദ്യഃ യന്മധ്വാ അധർവണോ വാം അശ്വസ്യ ശീർഷ്ണ പ്രയധീമ ഉവാച ഇതി. ഇദം വൈ തന്മധു ദധ്യං ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. ആധർവണായ അശ്വിനൗ ദദീചേ അശ്വം ചിരഃ പ്രത്യരയതം സവാ മധു പ്രവോചത് ഹൃതായൻ ത്വാംഷ്ട്രം യത് ദസ്രൗ വാ അപി കക്ഷ്യം വാ ഇതി. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്ത് തുടരാം. ആധർവണ മഹർഷിയും അശ്വിനി കുമാരന്മാരും തമ്മിലുള്ള ബ്രഹ്മവിദ്യാ പ്രകരണമാണ് മധുബ്രാഹ്മണം. മധുബ്രാഹ്മണത്തിൽ അധ്യാരോപ പ്രക്രിയ നമ്മൾ കണ്ടു. സർവാത്മഭാവം എന്ന അവസ്ഥയിലേക്കാണ് അധർവണ മഹർഷി അശ്വിനി കുമാരന്മാരെ ഉപദേശത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു, ആർക്കാണോ സർവാത്മഭാവം ഉണ്ടാകുന്നത് അവരെ ജ്ഞാനി എന്ന് വിളിക്കും. ആ ജ്ഞാനിയുടെ അല്ലെ ജീവൻ മുക്തൻ എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ അവസ്ഥ 15ാമത്തെ മന്ത്രത്തിൽ നമ്മൾ കണ്ടു. എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മന്ത്രങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അതിനുശേഷം നമ്മൾ 16ാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിച്ചു. കഥയിലൂടെ കണ്ടു. വിദ്യാസ്തുതി 16-17 മന്ത്രങ്ങളിലായിക്കൊണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടത് മൂന്നാമതൊരാളായി സൂത്രധാരൻ എന്ന പേരിലൂടെ മൂന്നാമതൊരു മഹർഷി അഥർവണ അശ്വിനി കുമാരന്മാരുടെ ഗുരു ശിഷ്യ സംവാദ ഉപദേശത്തെ കണ്ടിട്ട്
അദ്ദേഹം നമ്മളോടായി പറയുന്നതാണ് കണ്ടത്. ആ കഥയെല്ലാം അദ്ദേഹം വളരെ ചുരുക്കിക്കൊണ്ട് പറഞ്ഞു 16-ാമത്തെ മന്ത്രത്തിൽ. അതിനുശേഷം 17-ാമത്തെ മന്ത്രത്തിൽ മറ്റൊരു കഥയും നമ്മൾ കണ്ടു. അതായത് ആ അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം. ആരാണ്? അശ്വിനി കുമാരന്മാർ ശിഷ്യരായിരിക്കുന്നു, അഥർവണ മഹർഷി ഉപദേശിക്കുന്നു, മൂന്നാമതൊരാളായി നിന്നുകൊണ്ട് മഹർഷി നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പം അദ്ദേഹത്തിനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പം അദ്ദേഹം എന്താണ് ഇനിയും പറയാൻ പോകുന്നത്? ഈ കഥയോടൊപ്പം തന്നെ നമ്മളോട് പറയുകയാണ് ത്വാംഷ്ട്രം എന്ന വിദ്യയെക്കുറിച്ച്. അതായത് അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി വെറും ഉപദേശം മാത്രമല്ല കൊടുത്തത്, ആ ഉപദേശത്തെ സ്വായത്തമാക്കുവാനുള്ള അധികാരം എങ്ങനെ നേടിയെടുക്കണം എന്ന ഉപാസനകളും പറഞ്ഞു കൊടുത്തു. അതാണ് താംഷ്ട്രം എന്ന വാക്കിൽ നമ്മൾ കണ്ടത്. താംഷ്ട്രം എന്ന വാക്കിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഉപാസനാപരം. അതായത് എത്ര ഉപദേശം കേട്ടാലും മഹാഗുരുനാഥൻ വന്ന് സാക്ഷാൽ ദക്ഷിണാമൂർത്തി വന്ന് നമ്മളെ ഉപദേശിച്ചാലും നമുക്ക് അധികാരം ഉണ്ടാകണം ആ ഉപദേശത്തെ സ്വായത്തമാക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനമാക്കി മാറ്റുവാൻ അതിന് ഓരോ വിദ്യാർത്ഥികൾക്കും അധികാരമുണ്ടാകണം. അതുകൊണ്ട് ഉപദേശം മാത്രം കൊണ്ട് ഒരാൾ ഒരിക്കലും ജീവൻ മുക്തിയെ നേടില്ല. അപ്പോൾ എന്ത് വേണം? അതിന് അധികാരം വേണം. ആ അധികാരം ഉപാസനയിലൂടെ പറഞ്ഞു കൊടുത്തു. അനേകം ഉപാസനകൾ ഇവിടെ പറഞ്ഞതായിട്ടാണ് ഭാഷ്യത്തിലൊക്കെ പറയുന്നത്. അതിൽ ഒരെണ്ണം ഉദാഹരണമായിക്കൊണ്ട് ആദിത്യ ഉപാസന പറഞ്ഞു. അതായത് ആദിത്യൻ എന്നത് സാക്ഷാൽ നാരായണൻ്റെ ശിരസ് തന്നെയാണ്. അപ്പോൾ ആദിത്യനെ കാണുമ്പോൾ നമ്മൾ ആ നാരായണനെ ഓർക്കണം, അല്ലെങ്കിൽ പരമാത്മാവിനെ ഓർക്കണം. ആ ഭഗവാൻ നമുക്ക് മറ്റ് ഇന്ദ്രിയങ്ങളോ അവയവങ്ങളോ ശംഖുചക്ര ഗദാപത്മമായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും ആ സൂര്യദേവനെ ഭഗവാന്റെ ശിരസ്സായി കണ്ടുകൊണ്ട് ഉപാസന വേണം. എന്നിട്ട് ആ ഉദാഹരണം എങ്ങനെയാണ് ആ ശിരസ്സായി മാറിയ ആ കഥയും നമ്മൾ കണ്ടിരുന്നു. ദേവാസുര യുദ്ധം, അതിനുശേഷം ദേവന്മാർ തന്നെ ഭഗവാനെ ഉപദ്രവിക്കുന്നത്, അതിൽ നിന്നും ഉണ്ടായ പരിണിത ഫലമായിക്കൊണ്ട് ശിരസ് പോകുന്നത്, പിന്നെ ആ ശിരസിനെ വീണ്ടും പുനഃസൃഷ്ടി നടത്തുന്നത് അശ്വിനി ദേവതകളാണ് എന്ന് മൂന്നാമത് നിൽക്കുന്ന ആ സൂത്രധാരൻ നമ്മളോട് പറയുന്നതായി കണ്ടു. എന്നിട്ട് അദ്ദേഹം തന്നെ നമ്മളോട് പറയുകയാണ് എന്താണ്? താംഷ്ട്രം അവിടെ വരെ നമ്മൾ കണ്ടു. ദസ്രൗ വാം അപി കക്ഷ്യം വാ ഇതി. അവിടെയാണ് നമ്മൾ ഇനിയും കാണാനുള്ളത്. കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്താണ് കക്ഷ്യം എന്ന വാക്കിൻ്റെ അർത്ഥം? രഹസ്യം. ഈ വിദ്യ, അതായത് എന്താണോ ഉപാസനകളിലൂടെ അധികാരത്തിലൂടെ അശ്വിനി കുമാരന്മാർ നേടിയെടുക്കേണ്ടത് എന്ന് അഥർവണ മഹർഷി ഉപദേശിച്ച ഈ മധുവിദ്യ വളരെ വളരെ രഹസ്യമാണ് എന്നാണ് ആ സൂത്രധാരൻ നമ്മളോട് പറയുന്നത്. മനസ്സിൽ ആ ചിത്രം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഒന്നുകൂടെ പറയാം. എന്താണോ അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി ഉപാസനയിലൂടെ അധികാരപ്രാപ്തിയിലൂടെ നേടിയെടുക്കേണ്ട മധുവിദ്യയെ ഉപദേശിച്ചത്, ആ മധുവിദ്യ എന്നത് വളരെ രഹസ്യമാണ് എന്ന് പറയും. ഇപ്പം രഹസ്യം എന്ന വാക്ക് കക്ഷ്യം എന്നാൽ രഹസ്യം. രഹസ്യം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക. അജ്ഞാനകാലേ രഹസ്യ, അതായത് ഏതൊരു മുമുക്ഷുവാണോ അവർക്ക് അജ്ഞാനമുള്ളിടത്തോളം കാലം, അതായത് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് അല്ലേ, എനിക്ക് ഈ ലോകമൊക്കെ പരീക്ഷിച്ച് ഞാൻ മതിയായി, എനിക്ക് ഒന്നിൽ നിന്നും പൂർണ്ണമായ തൃപ്തി അല്ലേ, അത് സന്യാസമായിക്കോട്ടെ, ഗൃഹസ്ഥാശ്രമം ആയിക്കോട്ടെ, വാനപ്രസ്ഥം ആയിക്കോട്ടെ, ഏതാശ്രമം ആയിക്കോട്ടെ, അതിൽ നിന്നൊന്നും പൂർണ്ണ തൃപ്തി കിട്ടുന്നില്ല. അതിൽ നിന്നും അപ്പുറത്ത് എന്താണോ യാജ്ഞവൽക്യ മഹർഷി മൈത്രേയുടെ അടുത്ത് പറഞ്ഞു പോയത്, ഞാൻ അത്യാശ്രമിയാകാൻ പോവുകയാണെന്ന് പറഞ്ഞു, ആ തൃപ്തിയെ ആർക്കാണോ നേടിയെടുക്കണമെന്നുള്ള തീവ്രം ആഗ്രഹമുണ്ട്. പക്ഷേ അജ്ഞാനം കളയാൻ ഞാൻ തയ്യാറല്ല.
അജ്ഞാനം കളയാന്ന് വെച്ചാൽ ശ്രവണത്തിലൂടെ, മനനത്തിലൂടെ, ഉപാസനകളിലൂടെ ഞാൻ എൻ്റെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഒറ്റ അജ്ഞാനമേ ഉള്ളൂ. ആർക്കാണോ സാധന അനുഷ്ഠിക്കുന്നത് അവരെ സംബന്ധിച്ച് ഒറ്റ അജ്ഞാനമേ ഉള്ളൂ. എന്താണ്? ജഗത്തിലുള്ള സത്യത്വ ബുദ്ധി. അത് മാറാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ് അല്ലേ? ജഗത്തിനോടുള്ള അമിതമായ ഈ എന്താ പറയുക, ഒട്ടിച്ചേരൽ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്, അത് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ആ അജ്ഞാനം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരമാത്മാവ് എവിടെയോ ഇരിക്കുന്നു, സാകേതത്തിലോ വൈകുണ്ഠത്തിലോ ദേവലോകത്തോ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരുന്ന് ദുഃഖിക്കുന്നു, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള എത്ര കേട്ടിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ അജ്ഞാനം. ഭഗവാൻ എനിക്കിവിടെ ഇരുന്ന് ദുഃഖങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു, ഭഗവാൻ അവിടെ ഇരുന്ന് നല്ല സുഖമായിരിക്കും. നമ്മളിപ്പോൾ കണ്ടതാണ് ഭഗവാന്റെ സുഖം അല്ലേ? രക്ഷിക്കാൻ പോയത് തന്നെ ഉപദ്രവിച്ചു. അങ്ങനെയുള്ള ഈ മിഥ്യാധാരണ, അതാണ് അജ്ഞാനമെന്ന്. ആ അജ്ഞാന കാലത്ത് എന്തായിരിക്കും? ബ്രഹ്മവിദ്യ എന്നത് രഹസ്യമായിരിക്കും. അതായത് നമുക്ക് പരോക്ഷമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് പരോക്ഷം എന്ന് വെച്ചാൽ ദൂരെ അല്ലേ? മോക്ഷം എന്നത് വളരെ വിദൂരത്തായിരിക്കും. അപ്പോൾ ഈ സൂത്രധാരൻ നമ്മളോട് പറയുകയാണ്, അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ഈ രഹസ്യവിദ്യയെ നമ്മൾക്കും നേടിയെടുക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? അജ്ഞാനം ഉപേക്ഷിച്ചാണ്. അതാണ് തൊട്ടപ്പുറേ പറയുന്നത്, അജ്ഞാന കാല അനന്തരേ, ദെയർ ആഫ്റ്റർ അല്ലെ? അനന്തരം എന്ന് വെച്ചാൽ അതിനുശേഷം, അജ്ഞാന കാലത്തിന് ശേഷം. അതായത് അജ്ഞാനം മാറിയാൽ. ഇത് പരസ്യം. പരസ്യം എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് എന്നുള്ള അർത്ഥം എടുക്കരുത് കേട്ടോ. പരസ്യം എന്ന വാക്കിന് എന്താണ്? അപരോക്ഷം. ജ്ഞാനം എന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. മോക്ഷം എന്നത് അല്ലെ തൃപ്തി എന്നത് അത് നമ്മളെ തേടി വരും. എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം ചെയ്താൽ മതി, അജ്ഞാനം മാറ്റിയാൽ മതി. എങ്ങനെ മാറ്റാം? ശ്രവണം, മനനം, ഉപാസന അല്ലേ? അല്ലെ സാധന ചതുഷ്ടയ സമ്പത്ത് അല്ലെ? ഉപാസന ചെയ്യുന്ന എന്തിനാണ്? അധികാരം ഉണ്ടാക്കാനാണല്ലോ. അത് ആ സാധനകളിലൂടെ ആരെ അജ്ഞാനം മാറ്റുന്നു അവർക്കിത് പരസ്യമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഈ വാക്കിനെ, ഈ രഹസ്യം പരസ്യം എന്ന വാക്കിനെ നമ്മുടെ ഈ നൂറ്റാണ്ടിൽ, കാലഘട്ടത്തിൽ, അത് പ്രത്യേകിച്ച് കലിയുഗത്തിൽ ഇതിന് വളരെ വിചിത്രമായ വികൃതമായ അർത്ഥങ്ങളാണ് ലോകം കൽപ്പിച്ചു കൊടുത്തത്. ഇന്ന ആളുകൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ഇത് രഹസ്യമാണ് അല്ലേ? ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ പിന്നീട് പ്രചാരം ചെയ്തതാണ്. വേദത്തിൽ ഇതൊന്നും പറയുന്നില്ല. വേദത്തിൽ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതാർക്ക് പഠിക്കണം, ആര് പഠിക്കണ്ട, സ്ത്രീ പുരുഷ ഭേദമോ ജാതി കുല വർണ്ണാദി ഭേദമോ ഒന്നും പറയുന്നില്ല. വേദത്തിൽ ഒറ്റ കാര്യമേ പറയുന്നു, രഹസ്യം എന്നാൽ അജ്ഞാനികൾക്ക് രഹസ്യം, ജ്ഞാനികൾക്ക് പരസ്യം. അല്ലാണ്ട് ഇന്ന ആൾക്ക് രഹസ്യമായിട്ട് വെക്കണം, ഇന്ന ആളുകൾ രഹസ്യമായിട്ട് വെക്കണം, മറ്റുള്ളവർക്ക് ഇതിനെ കൊടുക്കാൻ പാടില്ല, അതിന് ച്യുതി സംഭവിക്കും, അത് കൊടുക്കുന്നയാൾക്ക് പാപം ഉണ്ടാകും, ഇത്യാദി കൽപ്പനകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. വേദത്തിൽ പറയുന്നത് രഹസ്യം എന്നാൽ ഇതാണ് അർത്ഥം. ബ്രഹ്മവിദ്യ എന്നത് അല്ലെ വേദപഠനം എന്നത് രഹസ്യം എന്നാൽ അജ്ഞാനികൾക്ക് രഹസ്യം. അപ്പം ഞാൻ എൻ്റെ അജ്ഞാനം മാറ്റാൻ പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തിലൂടെ ആ രഹസ്യവിദ്യ, മോക്ഷവിദ്യ എന്നത് എനിക്ക് അപരോക്ഷമായി മാറും, പരസ്യമായി മാറും അല്ലേ? അപരോക്ഷം എന്ന് വെച്ചാൽ എൻ്റെ തന്നെ, എന്നിൽ നിന്നും അന്യമല്ലാത്തത്, അതാണ് അപരോക്ഷം അല്ലേ? പരോക്ഷം എന്ന് വെച്ചാൽ ദൂരെ, അറിയാമല്ലോ അത്. എന്നിട്ട് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു, അജ്ഞാനിനാം രഹസ്യം. അതേ അർത്ഥം തന്നെ വേറൊരു രീതിയിൽ പറയുന്നേ ഉള്ളൂ. അജ്ഞാനികൾക്ക് ഇത് രഹസ്യമായിരുന്നു. അതാണ് അജ്ഞാനിനാം എന്ന് വെച്ചാൽ ബഹുവചനാണ്. അജ്ഞാനിനാം, അജ്ഞാനികൾക്ക്, ഒന്നല്ല, 100 അല്ല, 1000 അല്ല, ദശലക്ഷം അല്ല, എത്ര അജ്ഞാനികളുണ്ടോ അവർക്കെല്ലാം അല്ലേ
അവർക്കൊക്കെ എന്തായിരിക്കും? രഹസ്യ. ജ്ഞാനിനാം, അവിടെയും ബഹുവചനം ഉപയോഗിക്കുന്നു. ജ്ഞാനികൾക്ക്, ഒരു ജ്ഞാനിയല്ല, 100 ജ്ഞാനിയല്ല, എത്ര ജ്ഞാനികളുണ്ടോ അവർക്കൊക്കെ ഇത് പരസ്യമായിരിക്കും. അതാണ് കക്ഷ്യം എന്ന വാക്കിന് ഈ സൂത്രധാരൻ നമ്മൾക്ക് കൽപ്പിച്ചു തരുന്ന അർത്ഥം. എന്നിട്ട് അവസാനിപ്പിക്കുകയാണ് വാം ഇതി, ഇത് രഹസ്യമായിട്ടുള്ളതാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് 17ാമത്തെ മന്ത്രം അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ്? ദയവായി സാധന ചെയ്ത് അജ്ഞാനം മാറ്റുവാൻ പരിശ്രമിക്കും. അതാണ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് അല്ലേ? മുന്നറിയിപ്പ് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നമ്മളോട് പറയുകയാണ് അല്ലേ? ഇതോടുകൂടി 17ാമത്തെ മന്ത്രം അവസാനിച്ചു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 18ാമത്തെ മന്ത്രം. എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു 17 വരെ അല്ലേ? ആ കഥ ഓർത്താൽ മതി. ഇനിയും റിവിഷൻ ചെയ്യുമ്പോൾ വീണ്ടും പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. 18ാമത്തെ മന്ത്രം പദച്ഛേദം നടത്താം. ഇദം വൈ തന്മധു ദധ്യം ആധർവണഃ അശുഭ്യാം ഉവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. 16, 17 പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്. ഇനി അടുത്തത് പറയുകയാണ്. പുരച്ചക്രേ ദ്വിപതഃ, പുരച്ചക്രേ ദ്വിപതഃ, പുരച്ചക്രേ ചതുഷ്പദഃ, പുരഃ സപക്ഷി ഭൂത്വാ പുരഃ പുരുഷഃ ആവിശത് ഇതി. സവാ അയം പുരുഷഃ സർവാസു, അത് അണ്ടർലൈൻ ചെയ്തോളൂ. പുരുഷഃ, പുരുഷൻ എന്ന വാക്കിൻ്റെ നിരുക്തം പരിഭാഷ വേദം തന്നെ പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷി തന്നെ നമ്മളോട് പറയുകയാണ്. പുരുഷൻ എന്നാൽ എന്താണ്? സർവാസു പൂർഷു പുരീഷയഃ. അത്രയും അണ്ടർലൈൻ ചെയ്തോളൂ. സർവാസു പൂർഷു പുരീഷയഃ. ന ഏന, നൈന എന്ന് വെച്ചാൽ ന ഏന, ന ഏന കിഞ്ചന അനാവൃതം, ന ഏന കിഞ്ചന അസംവൃത്തം. ഒന്നുകൂടെ പറയാവേ. സവായം പുരുഷഃ സർവാസു പൂർഷു പുരീഷയഃ ന ഏന കിഞ്ചന അനാവൃതം ന ഏന കിഞ്ചന അസംവൃതം. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. ഇദം വൈ തന്മധു ദധ്യം ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. പുരച്ചക്രേ ദ്വിപതഃ, പുരച്ചക്രേ ചതുഷ്പദഃ, പുരഃ സപക്ഷി ഭൂത്വാ പുരഃ പൂരുഷഃ ആവിശത് ഇതി. സവാ അയം പുരുഷഃ സർവാസു പൂർഷു പുരീഷയഃ ന ഏന കിഞ്ചന അനാവൃതം ന ഏന കിഞ്ചന അസംവൃതം. ഇദം വൈ തന്മധു ദധ്യം ആധർവണഃ അശുഭ്യാമുവാച തദേതത് ഋഷിഃ പശ്യൻ അവോചത്. പുരച്ചക്രേ ദ്വിപതഃ, പുരച്ചക്രേ ചതുഷ്പദഃ, പുരഃ സപക്ഷി ഭൂത്വാ പുരഃ സ പുരുഷ ആവിശദിതി. സവാ അയം പുരുഷഃ സർവാസു പൂർഷു പുരീഷയഃ ന ഏന കിഞ്ചന അനാവൃതം ന ഏന കിഞ്ചന അസംവൃതം. നമ്മൾ 16, 17 കണ്ട അതേ തുടക്കം തന്നെ പറയുകയാണ് ആ സൂത്രധാരൻ അല്ലേ? തദ് ഏതത് ഋഷിഃ പശ്യൻ അവോചത്. അതായത് മൂന്നാമത് നിൽക്കുന്ന ആ മഹർഷി
എന്താണോ അശ്വിനി കുമാരന്മാർക്ക് അഥർവണ മഹർഷി ഉപദേശിക്കുന്ന ബ്രഹ്മവദ്യ കേൾക്കുന്ന ആ സൂത്രധാരൻ നമ്മളോട് എന്താണ് പശ്യൻ അവോചത്, കണ്ടിട്ട് അതിനെ നമ്മളോട് പറയുകയാണ്. ഇതിന് സംസ്കൃതത്തിൽ മറ്റൊരു വാക്ക് പറയും, വേണ്ടവർ എഴുതിക്കോളൂ, പ്രകടീകരണം കുര്യാതെന്ന് പറയും. അതായത് മൂന്നാമതൊരാൾ കണ്ടിട്ട് അത് നമ്മളോട് പ്രകടീകരണം ചെയ്യുകയാണ്, അത് കണ്ടിട്ട് നമ്മളോട് പറയുകയാണ്. വെറുതെ പറയല്ല, കേട്ടിട്ട് പറയുകയല്ല, അല്ലെങ്കിൽ ഊഹിച്ചു പറയുക, അങ്ങനെയൊന്നുമല്ല. പശ്യൻ, അത് കണ്ടിട്ട് പറയുകയാണ്. അതിനെന്ത് പറയുന്ന സംസ്കൃതത്തിൽ പ്രകടീകരണം എന്ന് പറയും, പ്രകടീകരിക്കുകയാണ്. നമ്മൾ മലയാളത്തിലുള്ള അർത്ഥം എടുക്കരുതുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, ആ പ്രകടീകരണമല്ല, ദേഷ്യം പ്രകടിപ്പിക്കുക അല്ലെ, അതാണ് സാധാരണ നമ്മൾ പ്രകടീകരണം ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക, ആ അർത്ഥമേ അല്ല ഇവിടെ. ഇവിടെ പ്രകടീകരണം എന്ന സംസ്കൃത പദത്തിൻ്റെ ഈ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? മൂന്നാമതൊരാൾ കണ്ടിട്ട് ആ കണ്ട കാഴ്ച നമ്മളോട് നേരിട്ട് പറയുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെതായ, ഈ സൂത്രധാരൻ്റെതായ ഒന്നുമില്ല, അദ്ദേഹം ഒന്ന് കൂട്ടിച്ചേർക്കുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. എന്താണോ ആ സന്ദർഭത്തിൽ അശ്വിനി മഹർഷിമാർക്ക് അഥർവണ മഹർഷി പറയുന്നത്, അതേ കാര്യം അദ്ദേഹം ഒരു വെള്ളവും ചേർക്കാണ്ട് നമ്മളോട് പറയുക. അതിനെയാണ് പ്രകടീകരണം എന്ന് പറയുന്നത്. കണ്ടിട്ട് കണ്ട കാര്യം, ദൃക്സാക്ഷി എന്ന് നമ്മൾ പറയാറില്ലേ, അത് ആ അർത്ഥമാണ് പ്രകടീകരണം എന്ന വാക്കിന്. നമ്മളൊരു സ്ഥലത്ത് അത് കണ്ടിട്ട് നമ്മളതിന് സാക്ഷിയായി പറയില്ലേ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സാക്ഷിയായ നമ്മളത് കണ്ടതാണ്, അപ്പോൾ അതിൽ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല. ഇന്ന സ്ഥലത്ത് ഇന്നത് സംഭവിച്ചു അല്ലേ, നമ്മൾ ഈ കോടതിയിലൊക്കെ വരില്ലേ സാക്ഷികൾ, അപ്പോൾ അവരെന്താ പറയുക, ഞാനിത് കണ്ടു, ഇന്ന സമയത്ത് ഇന്നത് കണ്ടു, ഇന്ന പോലെയൊക്കെയാണ് നടന്നത് അല്ലേ, അങ്ങനെ പറയാറില്ല. അതാണ് ഇവിടെ പ്രകടീകരണം എന്ന വാക്കിന് അതാണ് അർത്ഥം. കണ്ട കാര്യം അതേപോലെ പറയുന്നു. എന്തൊക്കെയാ പറയുന്നത്? ഇതം വൈ മധു ദദ്യങ് ആധർവണ അശുഭ്യം ഉവാച. മധുവിദ്യയെ ആധർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് എങ്ങനെയാണ് ഉപദേശിക്കുന്നതെന്ന് പ്രകടീകരണം ചെയ്യുകയാണ് സൂത്രധാരൻ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇനി ഉള്ള കാര്യങ്ങളൊക്കെ അധ്യാരോപമാണ് കേട്ടോ. അതായത് ഈ തല കൊടുക്കുകയും ചെയ്തു, കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതെന്താണ്? അപവാദം ചെയ്യുകയാണ് ശിഷ്യന്മാർക്ക്. ശ്രദ്ധിക്കണേ, അധ്യാരോപം അപവാദം എന്ന വാക്ക് നമുക്ക് ഉറച്ചാലേ ഇത് മനസ്സിലാവുകയുള്ളൂ. അധ്യാരോപം എന്ന് വെച്ചാൽ എന്താണ്? ജഗത്ത് സത്യമാണ് അല്ലേ എന്ന് പൂർണ്ണ ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അധ്യാരോപം. അപവാദം എന്ന് വെച്ചാൽ എന്താണ്? ഈ ജഗത്ത് ശാശ്വതമല്ല, അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കൂ, അതാണ് അപവാദം. അപ്പോൾ അപവാദം ചെയ്യുവാൻ അശ്വിനി കുമാരന്മാർ പാകമായിട്ടില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? ഗുരുനാഥൻ തന്നെ തൻ്റെ ശരീരത്തിനെ അപവദിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് ശാശ്വതമല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ പാദത്തിൽ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശിഷ്യന്മാരതിനെ അറുത്തെടുത്ത് കൊടുത്തിട്ട് അശ്വത്തിൻ്റെ തല വെച്ചു. അപ്പോൾ ഗുരു അത് ചെയ്യുവാൻ തയ്യാറായിരുന്നു, ഗുരു അതിന് പാകമാണ് അല്ലേ, അപവദിക്കാൻ പാകമാണ്. അതുകൊണ്ട് ഗുരു അത് കാണിച്ചു കൊടുത്തു. അശ്വിനി കുമാരന്മാർ അതിന് പാകമല്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് വീണ്ടും അധ്യാരോപം. നമ്മളും അതിന് പാകമല്ല, ഞാൻ ശാശ്വതം അല്ലെന്നൊക്കെ നമുക്ക് പാട്ട് ഈണത്തിലൊക്കെ പറയാം. പക്ഷേ എനിക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഉറക്കമുണ്ട്, എല്ലാ വികാരങ്ങളും എല്ലാ സന്ദർഭത്തിനനുസരിച്ച് എനിക്കുണ്ടാകുന്നുണ്ട്. ആ നമ്മളോടായിക്കൊണ്ടാണ് പറയുന്നത് ഇത് ശാശ്വതമല്ലെന്ന്. അപ്പം നമ്മുടെ തലത്തിലേക്ക് ഗുരുനാഥൻ ഇറങ്ങി വരികയാണ്. ഇത് ശാശ്വതമല്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. എന്ത് ചെയ്യണം? ശാശ്വതമാണ്, ഈ ജഗത്തൊക്കെ ശാശ്വതമാണ്, ജഗത്തുള്ളതാണ്. ആകാശമുണ്ട്, വായുവുണ്ട്, ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്, കാമമുണ്ട്, ക്രോധമുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ സമ്മതിച്ചു. അപ്പം ഗുരുനാഥൻ നമ്മളോട് പറയുകയാണ്, അതായത് അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, ഇതൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിലൂടെ
സൂക്ഷ്മദർശിനി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മൈക്രോസ്കോപ്പ് വെച്ച് കാണണം, എങ്ങനെ എന്താണ്, അല്ലെ ടെലിസ്കോപ്പിലൂടെ കാണണം പ്രപഞ്ചത്തെ, എങ്ങനെ കാണണം, എല്ലാറ്റിലും ഈശ്വരനെ കാണണം. അത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ശ്രദ്ധിക്കണേ, ഈ ജഗത്ത് ഉപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അശ്വിനികുമാരന്മാർ അല്ലെ നമ്മളോടായിക്കൊണ്ട് അഥർവണ മഹർഷി അദ്ദേഹം ചെയ്ത പോലെയുള്ള സാഹസികതയൊന്നും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അഥർവണ മഹർഷിക്ക് നമ്മുടെ സ്ഥിതി അറിയാം. നമ്മളോട് പറയുകയാണ്, സാരമില്ല, ഇതിനെ നേതി എന്ന് നിഷേധിക്കൊന്നും വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാമുണ്ട്, പക്ഷെ എല്ലാറ്റിലും ഈശ്വരനെ കാണൂ അല്ലേ. അധ്യാരോപം വീണ്ടും ഉപദേശിക്കുകയാണ്. അതാണ് പറയുന്നത്, പുരച്ചക്രേ ധിപതഃ പുരച്ചക്രേ ചതുഷ്പദഃ. അതായത് പരമാത്മാവ് ഈ പുരത്തിനെ മുഴുവൻ സൃഷ്ടിച്ചു. അത് എങ്ങനെ, ദ്വിപദഃ ചതുഷ്പദഃ, അതായത് ഇരുകാലികളെ നാൽക്കാലികളെ ഒക്കെ സൃഷ്ടിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്താണത്, അധ്യാരോപമാണ് അല്ലേ. അതായത് ഈ ജഗത്തുണ്ട്, സമ്മതിച്ചു. അപ്പോൾ എങ്ങനെ കാണണം വിദ്യാർത്ഥി, സാധകൻ എങ്ങനെ കാണണം ഈ ജഗത്തിനെ? പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്. അത് ഇരുകാലികളായിക്കോട്ടെ, നാൽക്കാലികളായിക്കോട്ടെ, അല്ലെങ്കിൽ 16 കാലുള്ളവരായിക്കോട്ടെ, എത്ര കാലുള്ളവർ, കാലില്ലാത്തവരായിക്കോട്ടെ, ഇടജന്തുക്കളായിക്കോട്ടെ, പറക്കുന്ന പക്ഷികളായിക്കോട്ടെ, എന്തൊക്കെ ജീവചരാചരങ്ങളുണ്ടോ അതിനെയൊക്കെ ആര് സൃഷ്ടിച്ചു? പരമാത്മാവ്. അതാണ് അവിടെ പറയുന്നത്. അത് എഴുതിക്കോളൂ. ആ വാക്ക് പറയുന്നതിന് കാരണം പരമാത്മാ സൃഷ്ടികാരണം. അതാണ് ഇരുകാലി നാൽക്കാലി എന്നൊക്കെ പറയുന്നത്. പരമാത്മാവാകുന്നു ഈ സൃഷ്ടിക്ക് മുഴുവൻ കാരണം. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ദ്വിപദ എന്ന് പറഞ്ഞാൽ അറിയാലോ, ദ്വിപദം എന്ന് വെച്ചാൽ രണ്ട് പദം, കാലുകളുള്ളത്. ചതുഷ്പദ എന്ന് വെച്ചാൽ 4 കാലുകളുള്ള. ഇവിടെ പ്രതിനിധികളായിട്ട് മാത്രമേ ഉള്ളൂ ഇരുകാലികളെയും നാൽക്കാലികളെയും പറയുന്നുള്ളൂ കേട്ടോ. പറയാത്തതൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തോണം അല്ലേ. സർവ ജീവചരാചരങ്ങൾ അതിനെയൊക്കെ സൃഷ്ടിച്ചത് ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും ഈ കഥകളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളോട് സൂത്രധാരൻ പറയുകയാണ്. അപ്പം ഗുരുവിൻ്റെ ആ വാത്സല്യം നോക്കൂ. അപവദിക്കുവാൻ അശ്വിനികുമാരന്മാർ പാകമായിട്ടില്ലെന്ന് കണ്ടിട്ട് അവർക്ക് വീണ്ടും ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് പഠിച്ച കഥയും കൂടെ കൂട്ടിച്ചേർക്കണം. അതായത് ആ ഉപാസന പറഞ്ഞല്ലോ. അപ്പോൾ ഉപാസനകളൊക്കെ പറഞ്ഞു. താംഷ്ട്രം പഠിച്ചില്ലേ? ശ്രദ്ധിക്കണേ, താംഷ്ട്രം പഠിച്ചില്ലേ? ആ താംഷ്ട്രത്തിൽ പഠിച്ച ഉപാസനകളൊക്കെ ചെയ്ത് അശ്വിനികുമാരന്മാർ പാകമായി. അപ്പോഴെന്താണ്, വീണ്ടും ഉപദേശിക്കുകയാണ്. അപ്പം അധികാരമൊക്കെ വളർത്തി, തീവ്ര മുമുക്ഷുക്കളാണ് കേട്ടോ. എന്നിട്ടും അവർക്ക് ഉപാസന പറഞ്ഞു കൊടുത്ത് അവർ അധികാരമൊക്കെ വളർത്തി പരിപാകമായി വന്ന് അപ്പോൾ ഗുരു വീണ്ടും ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ഉപദേശിക്കുന്നു? എല്ലാറ്റിനെയും പഠിച്ചിരിക്കുന്നത് പരമാത്മാവാണ്, പരമാത്മാ സൃഷ്ടികാരണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാത്തതും കൂടെ ചേർത്താണ്. സ്ഥിതി കാരണം, ഇരുകാലികളെയും നാൽക്കാലിയെയും സൃഷ്ടിച്ചതും പരമാത്മാവ്, അവരെ പാലിക്കുന്നതും പരമാത്മാവ് തന്നെ. അത് വെറും ഉപനിഷത്തിൻ്റെ രീതി ഇപ്പം നമുക്കറിയാലോ. വെറും വളരെ ഷോർട്ട് വേർഡിലേ പറയുള്ളൂ, വളരെ ചുരുക്കിയേ പറയുള്ളൂ. അപ്പം സൃഷ്ടിച്ചിരിക്കുന്നതും സർവ്വജീവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നതും അതിനെ പാലിക്കുന്നതും അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. പുരച്ചക്രേ ദ്വിപദഃ പുരച്ചക്രേ ചതുഷ്പദഃ. ചക്രേ എന്ന വാക്കിൻ്റെ അർത്ഥം സൃഷ്ടിച്ചത് എന്നാണ്. നമ്മൾ പറയുന്ന ചക്രം എന്നുള്ള അർത്ഥമല്ല. ചക്രേ സൃഷ്ടിച്ചു ഇവിടെയുണ്ട്. ബ്രഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിലും അത് തന്നെ പറയുന്നു. പേജ് 191. ഈ പുരങ്ങളെ, അതായത് ശരീരങ്ങളെ, പുരം എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം, അതായത് ഇരുകാലികളുടെ
ശരീരങ്ങളെയും സൃഷ്ടിച്ചത്. നാൽക്കാലികളും പിന്നെ പറയാത്തതായ സർവ്വജീവചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരമാത്മാവാണ് എന്ന് പറയുകയാണ്. പുരചക്രേ ദ്വിപദഃ പുരചക്രേ ചതുഷ്പദഃ. അപ്പം എന്തിനു വീണ്ടും അധ്യാരോപം പറഞ്ഞു? അപവദിക്കാൻ സാധിക്കാത്ത സാധകർക്ക് വേണ്ടി അപവാദം ഗുരു കാണിച്ചു തന്നിട്ട് ഗുരുവിനെ പോലെ നമ്മൾക്കും അതുപോലെയുള്ള ആ അധികാരമില്ലാത്തത് കൊണ്ട് ഗുരുനാഥൻ വീണ്ടും അധ്യാരോപം പറഞ്ഞു തരുന്നു. വിഷമിക്കണ്ട, നിങ്ങൾ തലയൊന്നും അറുത്ത് ശിരസ് കളയണ്ട, അല്ല ഇതിനെയൊന്നും ഉപേക്ഷിക്കണ്ട. ഇതൊക്കെ ഉണ്ട്, ജഗത്തുണ്ട്. പക്ഷെ ജഗത്തിനെ ഈ വീക്ഷണത്തിൽ കാണൂ, ഈ രീതിയിൽ കാണൂ. ഏത് രീതിയിൽ? എല്ലാറ്റിലും ചൈതന്യരൂപനായ പരമാത്മാവ് ഉള്ളതായി കാണൂ എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നു പുരഃ സ പക്ഷീം. പക്ഷീം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ പല സന്ദർഭത്തിലും പല അർത്ഥമാണ് കേട്ടോ. ഇവിടുത്തെ അർത്ഥം സൂക്ഷ്മ ശരീരം എന്നാണ്. അപ്പം തൊട്ടു മുമ്പ് പുരം എന്നതിന് സ്ഥൂല ശരീരം എന്ന് എഴുതണം. ശ്രദ്ധിക്കണേ, പുരചക്രേ ദ്വിപദഃ. അവിടെ പുരം എന്നാൽ എന്താണ്? ശരീരം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ എഴുതുക സ്ഥൂല ശരീരം. ഇവിടെ പക്ഷി എന്നാൽ സൂക്ഷ്മ ശരീരം. പക്ഷി എന്ന വാക്കിന് സൂക്ഷ്മ ശരീരം എന്നാണ് ഇവിടുത്തെ അർത്ഥം. പുരഃ എന്ന വാക്കിനർത്ഥം സ്ഥൂല ശരീരം. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ പുര എന്നതിനെ ശരീരങ്ങളെന്നേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ സ്ഥൂല ശരീരങ്ങളെന്നാക്കുക. പക്ഷി എന്നാൽ എഴുതിയിരിക്കുന്നു ലിംഗശരീരം. ലിംഗശരീരം എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം എന്നാണ്. സൂക്ഷ്മ ശരീരത്തിൻ്റെ മറ്റൊരു പേരാണ് ലിംഗശരീരം. പേജ് 198 മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം ബൃഹദാരണ്യ ഉപനിഷത്ത്. പക്ഷി എന്ന വാക്കിന് ലിംഗശരീരം. ലിംഗശരീരം എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം. ഓക്കെ, ഇനി നമുക്ക് മടങ്ങി വരാം. മന്ത്രത്തിലേക്ക് നോക്കുക. പുരഃ സ പക്ഷീം ഭൂത്വാ. പുരഃ പുരുഷഃ ആവിശദിതി. അതായത് ശ്രദ്ധിക്കണേ, പരമാത്മാവ് സൃഷ്ടി നടത്തി സ്ഥൂല ശരീരങ്ങളെ സൃഷ്ടിച്ചു. ഇരുകാലികളും നാൽക്കാലികളും സർവ സ്ഥൂല ശരീരങ്ങളെ സൃഷ്ടിച്ചതും പരമാത്മാവാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരങ്ങളെയും സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലും വ്യാപിച്ചിരിക്കുന്നത് ആവിശത്. ആവിശത് എന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം. വ്യാപിക്കുക എന്ന മറ്റൊരർത്ഥവും കൂടിയുണ്ട്. രണ്ടർത്ഥമുണ്ട് ആവിശത് എന്ന വാക്കിന്. ഒന്ന് പ്രവേശിച്ചു, അതായത് എല്ലാ ശരീരങ്ങളെയും സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് വ്യാപിച്ചു. രണ്ടർത്ഥവും ശരി തന്നെയാണ്. അപ്പോൾ ഇവിടെ കാരണശരീരം പറഞ്ഞിട്ടില്ല, അതും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം. കാരണശരീരത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. നമ്മളത് തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. കാരണശരീരം എപ്പോഴും സൂക്ഷ്മ ശരീരത്തിനോട് കൂടിയാണുള്ളത്. അതുകൊണ്ട് പക്ഷി എന്ന വാക്കിന് സൂക്ഷ്മ ശരീരമെന്നും എടുക്കണം, കാരണശരീരം എന്നും എടുക്കണം. കൺഫ്യൂഷൻ ആകരുത്. ഒന്നുകൂടെ പറയാം. ഇത്രയും വളരെ സിമ്പിളാണ്. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാർക്ക് അധ്യാരോപം വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂര്യ ഉപാസന, അല്ലെ ആദിത്യ ഉപാസന, ത്വാഷ്ട്ര ഉപാസനകളൊക്കെ കഴിഞ്ഞു വന്ന അധികാരികളായ അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്. എന്ത്? ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ്, അല്ലെ മധുവിദ്യ ഉപദേശിക്കുകയാണ്. എങ്ങനെ ഉപദേശിക്കുന്നു? പരമാത്മാവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, സർവ്വജീവചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. അവരുടെ സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ കാരണ ശരീരങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നത് പരമാത്മാവാണ്. സൃഷ്ടി നടത്തിയതും പരമാത്മാവ്, അതിനെ പാലിക്കുന്നതും പരമാത്മാവ് തന്നെ, അല്ലെ ഈശ്വരൻ, അല്ലേ? ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അല്ലേ? നമ്മളിത് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ആവിശത് എന്ന വാക്കിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുക്കുക, ഞാൻ പറഞ്ഞു തരാം. ആ കൊട്ടേഷൻ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 192 മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം പേജ് 192 കണ്ടോ?
തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. തതെന്ന് വെച്ചാൽ പരമാത്മാ സൃഷ്ടിച്ചു, തദേവ അനുപ്രാവിശത് അതിലേക്ക് പ്രവേശിച്ചു. എഴുതിക്കോളൂ. തൈത്തരീയ ഉപനിഷത്ത് 2.6. തൈത്തരീയ ഉപനിഷത്ത് 2.6 അതാണ് സ്വാമിജി അവിടെ ഭാഷ്യത്തിലുള്ള കൊട്ടേഷനാണ് അത് എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായം തൈത്തരീയ ഉപനിഷത്ത് കൃഷ്ണയജുർവേദം 2-ാം അധ്യായം. 2-ാം അധ്യായത്തിൻ്റെ പേര് ബ്രഹ്മാനന്ദവല്ലി. 6-ാമത്തെ അനുവാകം. 6-ാമത്തെ അനുവാകം അല്ലേ. തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ചത്തെച്ചാഭവത് നിരുക്തം ച നിലയനം ച വിജ്ഞാനം ച സത്യം ച നൃതം ച സത്യമഭവത് യഥിതം കിഞ്ച തത് സത്യമിത്യാചക്ഷതേ തദപ്യേഷ ശ്ലോകോ ഭവതി. അങ്ങനെയാണ് ആ അനുവാദം പോകുന്നത്. യഥിതം കിഞ്ച അതായത് ഒന്നുമില്ലെന്ന്, പരമാത്മാവ് സൃഷ്ടിക്കാത്തതായി ഒന്നുമില്ല, വ്യാപിക്കാത്തതായി ഒരിടവുമില്ല, ഇത് സത്യമാകുന്നു. സത്യം ചാനൃതം ച സത്യമഭവത്. നമുക്കിനിയും ചൊല്ലാം. തൈത്തരീയ ഉപനിഷത്ത് പാരായണം നടത്തണം, അപ്പം നമുക്കതൊരു റിവിഷനാകും. അതാണ് ഇവിടെ പറയുന്നത്. തൈത്തരീയ ഉപനിഷത്ത് 2.6 നിങ്ങൾ നോക്കണം, നിങ്ങളുടെ പുസ്തകത്തിൽ ഇതേ അനുവാദമാണോ എന്ന്. നമ്മൾ തൈത്തരീയ ഉപനിഷത്ത് പഠിച്ചപ്പോൾ എല്ലാവരും ഒരേ അനുവാദമാക്കി തിരുത്തിയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ബേസിസിലാണ് ഈ അനുവാദത്തിൻ്റെ നമ്പർ പറയുന്നത്. ദയവായി എല്ലാവരും അവനവൻ്റെ പുസ്തകം എടുത്ത് സമയം കിട്ടുമ്പോൾ നോക്കുക, ഈ അനുവാദം തന്നെയാണോ പറയുന്നത് എന്ന്. ഓക്കെ, മടങ്ങി വരാം. ബാക്കി സവാ അയം പുരുഷഃ, സവാ അയം പുരുഷഃ അതായത് ആ സൂത്രധാരൻ നമ്മളോട് പറയുകയാണ്. അഥർവണ മഹർഷി അശ്വിനി കുമാരന്മാരോട് പറഞ്ഞു, സൃഷ്ടിയുണ്ട്, പരമാത്മാവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിലൊക്കെ വ്യാപിച്ചിരിക്കുന്നതും അതേ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് പുരുഷൻ എന്ന്. സൃഷ്ടി നടത്തിയ സൃഷ്ടികർത്താവായ സ്ഥിതിപാലകനായ സർവവ്യാപിയായ ആ പരമാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന മറ്റൊരു പേരാണ് പുരുഷൻ എന്ന്. ഇനി ആ പേരിൻ്റെ അർത്ഥം പറഞ്ഞു തരികയാണ് അല്ലേ. നമുക്ക് ആ പേരിലേക്ക് പോകാം. 1-2 നിരുക്തങ്ങളുണ്ട്, നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. പുരുഷൻ എന്ന വാക്ക് നമ്മളൊരു 4-5 ഉപനിഷത്തിലെങ്കിലും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ആ വാക്ക് പരിചയമുണ്ടാകും. പുരുഷൻ എന്ന വാക്കിന് ഒന്നാമത്തെ അർത്ഥം എഴുതിക്കോളും. പുരീ ശയനാത്. പുരീ എന്ന് വെച്ചാൽ ശരീരം. ശരീരം എന്ന് വെച്ചാൽ ഇവിടെ 3 ശരീരമുണ്ട് കേട്ടോ, എല്ലാ ശരീരങ്ങളിലും. ശയനാത്, ശയനാന്ന് വെച്ചാൽ വ്യാപനാത്. പുരീ ശയനാത് വേണ്ടവർ മാത്രം എഴുതിയാൽ മതി. ഇതൊക്കെ ഈ എന്താ പറയുക, വിജ്ഞാനമയ കോശത്തിനുള്ള ആഹാരമാണ്. ഇതൊക്കെ ഇൻ്റലക്ച്വൽ ജിംനാസ്റ്റിക് എന്ന് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഭാഷയിൽ പറയാം. എന്തിനു വേണ്ടി നമ്മളിത് കൊടുക്കുന്നു? പുതിയ പുതിയ അർത്ഥങ്ങൾ മനനത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലുള്ള പഴയ വാസനകൾ മാറ്റുവാനായിട്ടുള്ള മനന പ്രക്രിയയ്ക്ക് വേണ്ടി പറയുകയാണ്. ഇത് എഴുതിയെടുത്തോളൂ, നമുക്ക് എപ്പോഴെങ്കിലും മനനം ചെയ്യാൻ സാധിക്കും. പുരീ ശയനാത്, സർവ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ ആരോ അവനെ പുരുഷനെന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ പരമാത്മാവിനെ, ഈശ്വരനെ, നാരായണനെ, രാമനെ, കൃഷ്ണനെ എന്തുകൊണ്ട് പുരുഷൻ എന്ന് വിളിക്കുന്നു? ആ രാമനാണ്, കൃഷ്ണനാണ്, ആ പരമാത്മാവാണ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരമാത്മാവിനെ, ആ വ്യാപിച്ചിരിക്കുന്നവനെ പുരുഷനെന്ന് ശാസ്ത്രം വിളിക്കുന്നു.
അല്ലേ? ഒരാൾ എപ്പോഴാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത്? അയാൾ പുത്രനോ പുത്രിക്കോ ജന്മം നൽകുന്നതിലൂടെ അച്ഛനെന്ന് വിളിക്കും. അതുപോലെ തന്നെ പരമാത്മാവ് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അപ്പോൾ എന്താണ്? പുരുഷനായി മാറി. പുരുഷൻ എന്ന ടൈറ്റിൽ നമ്മൾ കൊടുത്തു. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇതിൻ്റെ മലയാളം പറയാവേ. ഈ പുരി ശയനാത്, പുരിയിൽ ശയനം ചെയ്തിരിക്കുന്നവൻ പുരുഷൻ. പുരി ശയനാത് പുരുഷൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ മലയാളമാണ് പുരിയിൽ ശയനം ചെയ്തിരിക്കുന്നവൻ. പുരി എന്ന് വെച്ചാൽ ശരീരം, ശയനം എന്ന് വെച്ചാൽ വ്യാപനം. നമ്മൾ ഒരിക്കലും ശയനം എന്ന് വെച്ചാൽ ഉറക്കം അല്ലെങ്കിൽ കിടക്കുന്നവൻ എന്നുള്ള അർത്ഥം. നമ്മൾ സാധാരണ ശയന പ്രദക്ഷിണമൊക്കെ എന്താ ആ അർത്ഥമേ എടുക്കല്ലേ ഇവിടെ. ഇവിടെ ശയനം എന്ന വാക്കിൻ്റെ അർത്ഥം വ്യാപനം എന്നാണ് കേട്ടോ. പുരിയിൽ ശയനം ചെയ്തിരിക്കുന്നവൻ, എല്ലാ പുരികളിലും എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ. അതാണ്. ഇനി രണ്ടാമത്തെ അർത്ഥം, പൂരയതി സർവം പുരുഷ അല്ലെ ഇതി പുരുഷ. പൂരയതി സർവം ഇതി പുരുഷ. പൂരയതി, ദീർഘമുണ്ടേ. പൂരയതി സർവം ഇതി പുരുഷ എന്ന് വെച്ചാൽ എഴുതിയോ? പൂരയതി സർവം ഇതി പുരുഷ എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. എല്ലാമായും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നു. എല്ലാമായിട്ടും അല്ലെ എല്ലാമായിക്കൊണ്ടും എല്ലാറ്റിലും അതാണ് പൂരയതി സർവം. എല്ലാമായിട്ടും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവൻ. അതുകൊണ്ട് പരമാത്മാവിനെ പുരുഷൻ എന്ന് വിളിക്കും. എല്ലാമായിട്ട്, അതായത് ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല. എല്ലാമായിട്ട്, മനുഷ്യനായും പക്ഷിയായും മൃഗമായും ദേവതകളായും സൂര്യനായും ചന്ദ്രനായും വെള്ളമായും വായുവായും, അതാണ് എല്ലാമായിട്ട്. എല്ലാമായിട്ടിരിക്കുന്നതും ഭഗവാൻ. എല്ലാറ്റിലും, എല്ലാവരും, നമ്മളിലും അല്ലേ, മനുഷ്യരിലും പക്ഷികളിലും എല്ലാറ്റിലും അല്ലേ, അതാണ് എല്ലാമായിട്ടും എല്ലാറ്റിലും. ഇത് നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ. ഈ എറ്റിമോളജി ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ നമ്മൾ പഠിക്കുന്നത്. അത് മനനം ചെയ്യണം. പൂരയതി സർവം, എല്ലാമായിട്ടും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവൻ പരമാത്മാവായതുകൊണ്ട് ആ പരമാത്മാവിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് പുരുഷൻ. സവാ അയം പുരുഷ. ഇനി മന്ത്രത്തിലേക്ക് വരാം. സവാ അയം പുരുഷ സർവാസു പൂർഷു പൂരിഷയ. അത് അടുത്ത നിരുക്ത ഇതേ അർത്ഥം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ച രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ, രണ്ട് പരിഭാഷ പഠിച്ചില്ലേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. സർവാസു പൂർഷു പുരീഷയ, അതായത് സർവശരീരത്തിലും കുടികൊള്ളുന്നതിന്. അതാണ് സർവാസു പൂർഷു പുരീഷയ ഇതി പുരുഷ. മൂന്നാമത്തെ അർത്ഥം മന്ത്രത്തിൽ തന്നെ പറയുന്ന അർത്ഥം എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. മലയാളം, സർവശരീരത്തിലും കുടികൊള്ളുന്നതിനാൽ പരമാത്മാവിനെ അല്ലെ ഈശ്വരനെ പുരുഷൻ എന്ന് വിളിക്കുന്നു. സർവശരീരത്തിലും, ഏത് ലോകം ആയിക്കോട്ടെ, മനുഷ്യലോകം, ഗന്ധർവലോകം, പിതൃലോകം, ദേവലോകം, ബ്രഹ്മലോകം, സത്യലോകം അല്ലേ, അല്ലെങ്കിൽ അതല വിതല സുതല തലാതല ഇത്യാദി ലോകങ്ങൾ, എല്ലായിടത്തും കുടികൊള്ളുന്നവൻ. അതാണ് പൂർഷു, അതാണ് സർവശരീരത്തിലും കുടികൊള്ളുന്നവൻ പുരുഷൻ എന്ന് വിളിക്കുന്നു. ന കിഞ്ചന അനാവൃതം ന ഏന കിഞ്ചന അസംവൃതം. അതായത് എന്താണ്? ന കിഞ്ചന, ഒരു അല്പം. കിഞ്ചന എന്ന വാക്കിൻ്റെ അർത്ഥം അല്പം എന്നാണ് അല്ലേ. ന കിഞ്ചന എന്ന് വെച്ചാൽ ഒരു അല്പം പോലുമില്ല പരമാത്മാവ്
അനാവൃതം. ഡബിൾ നെഗറ്റീവ് വന്നു. ന അനാവൃതം എന്ന് വെച്ചാൽ ആവൃതം ചെയ്യുക. ആവൃതം എന്ന് വെച്ചാൽ വ്യാപിക്കുക. അനാവൃതം എന്ന് വെച്ചാൽ വ്യാപിക്കാത്തത്. ന അനാവൃതം എന്ന് വെച്ചാൽ ഭഗവാൻ വ്യാപിക്കാത്തതായി ഒരു സ്ഥലം പോലുമില്ല. ശരിക്കും ന കിഞ്ചന ആവൃതം എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ചില ന ഏന കിഞ്ചന എങ്ങനെ മതിയായിരുന്നു. പക്ഷെ അത് ഡബിൾ നെഗറ്റീവ് എടുത്ത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ശ്രദ്ധിക്കണേ. പരമാത്മാവ് വ്യാപിക്കാത്തതായി ഒരു സ്ഥലം പോലും ഇല്ല. ഒരു ലോകങ്ങളില്ല, ഒരു വസ്തുവില്ല, ഒരു വ്യക്തിയില്ല, ഒന്നുമില്ല. ന കിഞ്ചന അനാവൃതം. അത് വീണ്ടും പറയുന്നു. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു. എന്തുകൊണ്ട്? അത് നമ്മൾ മനനം ചെയ്യുവാനായിക്കൊണ്ട് വീണ്ടും പറയുന്നു. ന കിഞ്ചന അസംവൃതം. പരമാത്മാവ് വ്യാപിക്കാത്തതായി ഒരു സ്ഥലവുമില്ല, ഒരു സ്ഥലവുമില്ല എന്ന് പറഞ്ഞ് 18ാമത്തെ മന്ത്രം അവസാനിപ്പിക്കണം. അതായത് ഭാഷ്യത്തിൽ പറയുന്ന ഉദാഹരണം സ്വർണവും ആഭരണങ്ങളുമാണ്. വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. എക്സാമ്പിൾ സ്വർണ്ണാഭരണം. അതായത് സ്വർണമില്ലാതെ ആഭരണമില്ല, ആഭരണങ്ങളില്ലാതെ സ്വർണ്ണമില്ല. നമുക്കറിയാവുന്ന ഉദാഹരണം തന്നെ. അതായത് ഭഗവാനില്ലാതെ ജഗത്തില്ല, ജഗത്തില്ലാതെ ഭഗവാനുമില്ല, പരമാത്മാവുമില്ല. ഭഗവാനില്ലാതെ സൃഷ്ടിയില്ല, പരമാത്മയില്ലാതെ സ്ഥിതിയുമില്ല. അതാണ് പറയുന്നത്. ബാക്കി നമുക്കിനി തിങ്കളാഴ്ച പഠിക്കാം. ഒറ്റ മന്ത്രം കൂടി ഉള്ളൂ. ഇനി നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.